പഴമക്കാർ പറഞ്ഞു തന്നതും അതുപോലെ നമ്മൾ അറിയാതെ പോയ കുറച്ചധികം നല്ല ടിപ്സുകൾ കേട്ടോ, നമ്മൾ കാണാതെ പോയ അറിയാതെ പോയ കുറച്ച് നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തിട്ട് ഞാൻ വന്നിരിക്കുന്നത്. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചെടി ചെടിയിൽ പാലപ്പൂ, ആ ഒരു ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ട ചെടിയാണ് കേട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിൻ്റെ ഇലയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ചെടി നിങ്ങൾ എവിടെ കണ്ടാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. നമ്മളെ കാലിലുണ്ടാകുന്ന ഏതൊരു പ്രോബ്ലത്തിനും ഇതിൻ്റെ ആ ഒരു പാലില്ലേ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ അത് ഉച്ച സമയത്ത് നിങ്ങൾ ഒടിച്ചെടുക്കരുത്. വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെയോ. ഉച്ചക്കൊക്കെ ഒടിച്ചു കഴിഞ്ഞാൽ ഇതിൽ പാല് വളരെ കുറവായിരിക്കും. രാവിലെ തന്നെ ചെയ്യുന്നതാണെങ്കിൽ വളരെ നല്ലതാണ്. ഇതുപോലെ കുഴിനകം, അതുപോലെ തന്നെ നമ്മൾ കാലിലുണ്ടാകുന്ന വിണ്ട് കീറൽ, പിന്നെ ആണി വരിക എന്ന് പറയില്ല, ആണി രോഗം, അങ്ങനെയുള്ള ഏതൊരു പ്രോബ്ലം, കാലിലുണ്ടാകുന്ന ഏതൊരു പ്രോബ്ലത്തിനും വളരെ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഉച്ച ടൈമിന് ഇത് ഒടിച്ച് നോക്കിയാൽ ഇതിൻ്റെ പാല് വളരെ കുറവായിരിക്കും. പക്ഷെ നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ഇത് ഒടിച്ച് ഇതുപോലെ നമ്മളൊന്ന് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് മാറിക്കിട്ടുന്നതാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മൾ മല്ലിയില, പുതിനയില, ഇവയെല്ലാം നമ്മൾ പല രീതിയിൽ ചെയ്തു നോക്കാറുണ്ട്. പലതും നല്ല രീതിയിൽ വർക്കാകാറുണ്ട്. പക്ഷേ ഇത് 100% എനിക്ക് എഫക്റ്റായിട്ട് തോന്നിയതാണ് കേട്ടോ. ഞാനിവിടെ നല്ലതുപോലെ തന്നെ അത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് വെള്ളം ചേർക്കാതെ തന്നെ ഇതുപോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഐസ് ക്യൂബ്സിൻ്റെ ട്രേയിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ നമുക്ക് ഓരോ ദിവസവും ആവശ്യമുള്ള ഓരോന്നും ഇതുപോലെ മല്ലിയിലയും പുതിനയിലയും ഡിഫറെൻറ്റ് ഇതായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഐസ് ക്യൂബ്സിൻ്റെ ട്രേ വലുതുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇത് അധികം ക്വാണ്ടിറ്റി ആയിട്ടാണ് ഈ ഒരു പരന്ന പാത്രത്തിൽ ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വെള്ളത്തിൽ വെച്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്നതിനേക്കാളും വർഷങ്ങളായാലും, 1 വർഷമാകട്ടെ 2 വർഷമാകട്ടെ എത്ര വർഷമായാലും നമുക്ക് ആ ഒരു ഫ്രഷ്നെസ്സോടു കൂടി യാതൊരു കുഴപ്പമില്ലാതെ നമുക്ക് ആ ഒരു ടേസ്റ്റോടു കൂടി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രീസറിൽ വെച്ചൊരു അരമണിക്കൂർ വെച്ചാൽ മതി. നല്ല രീതിയിൽ തന്നെ അത് കട്ടയായി കിട്ടുന്നതാണ്. കട്ടയായി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്കിത് അടത്തി ഇതുപോലെ കിട്ടുന്നതാണ്. നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ സിബ്ലോക്ക് കവറിലോ ഇതിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കണം. പിന്നെ കറണ്ട് പോകുമ്പോൾ അപ്പം തന്നെ അത് മെൽറ്റായി പോകുകയൊന്നുമില്ല. എന്തായാലും ഒരു 3-4 മണിക്കൂർ വരെ അത് ഐസ് ക്യൂബ്സായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ കറികളിൽ ഇടാൻ ഡയറക്റ്റ് നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് പുളിങ്കുരു നമ്മൾ വെറുതെ ഇതുപോലെ കളയലാണ് അല്ലേ, നമ്മൾ യാതൊന്നും ഉപയോഗിക്കാതെ വെറുതെ കളയല. പണ്ടാണെങ്കിൽ വറുത്ത് കഴിക്കുക, അതൊക്കെ വളരെ ഹെൽത്തിന് നല്ല ബെനിഫിറ്റാണ് കേട്ടോ. നമ്മളുടെ വറുത്ത് നമ്മൾ കപ്പലണ്ടിയൊക്കെ കഴിക്കുന്ന പോലെ പണ്ട് കാലങ്ങൾ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ പോലെ വറുത്തൊക്കെ കഴിച്ചാൽ ഹെൽത്തിന് വളരെ ബെനിഫിറ്റായിട്ടുള്ളൊരു സാധനമാണ്. നമ്മളെ വെയിറ്റ് ലോസിനും അതുപോലെ ഷുഗറിനും അങ്ങനെ പല കാര്യങ്ങൾക്കും ഇത് നല്ലതാണ് കേട്ടോ. അതുപോലെ പുളിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള തുണി, വെള്ള തുണികളിൽ വെളുപ്പിക്കുവാനും വാഷിംഗ് മെഷീൻ തുണികളിൽ കഴുകുമ്പം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മാറ്റുവാനും അതുപോലെ കരിമ്പൻ മാറ്റുവാനുമുള്ള നല്ല നല്ല ടിപ്സുകൾ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ താഴെ പിൻ ചെയ്ത് കൊടുക്കുക. കാണണമെന്നുള്ളവർ ആ ഒരു വീഡിയോ പോയി കാണുക കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. കുറച്ച് പുളിങ്കുരു എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുണ്ട്. നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5-6 മണിക്കൂർ വെക്കുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇത് കല്ലിലാണ് അരച്ചെടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ ഇത്രയും ഫൈനായിട്ട് അരഞ്ഞ് കിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ ഇട്ടിട്ട് വെള്ളം കുറച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക. കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് അരച്ചെടുക്കുന്നത് നല്ലത്. കുറച്ചധികം ക്വാണ്ടിറ്റി അരച്ച് വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തായിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിക്കാത്ത കഞ്ഞിവെള്ളം വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇന്ന് നമ്മൾ എടുത്ത കഞ്ഞിവെള്ളം തന്നെ വേണം, പുളിച്ച കഞ്ഞിവെള്ളം ഒരിക്കലും എടുക്കരുത്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മളുടെ കരിവാളിപ്പ് അതുപോലെ സ്കിന്നിലുണ്ടാവുന്ന ഏതൊരു പ്രോബ്ലം, നമുക്ക് ചില സമയങ്ങളിൽ ചൊറിഞ്ഞ് തടിക്കുക അങ്ങനെയുള്ള പ്രോബ്ലം ഉള്ളപ്പോഴും, അതുപോലെ മുഖക്കുരുവിന് ബെസ്റ്റാണ് കേട്ടോ. എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ മുഖക്കുരു മാറുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം.
അതുപോലെ ഏജിലുണ്ടാവുന്ന വിങ്കിൾസ്, നമ്മളുടെ എന്താണ് പറയുക, നമ്മൾ പ്രായം കൂടുന്തോറും നമുക്കുണ്ടാവുന്ന ചുളിവുകൾ, അതുപോലെ തന്നെ നമ്മൾ സൺ ടാൻ വരിക, കരിമംഗല്യം വരിക, അങ്ങനെയുള്ള എല്ലാ പ്രോബ്ലംസിനും വളരെ അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അതുപോലെ നമ്മളുടെ രോമ വളർച്ച കൂടുതലാണെങ്കിൽ ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഒരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നമ്മൾ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ്. നമ്മളൊരു 10-15 ദിവസം കണ്ടിന്യൂസ്ലി ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങളെ സ്കിന്നിലുണ്ടാവുന്ന വ്യത്യാസങ്ങൾ, നമ്മൾ കുറേ പൈസ കൊടുത്ത് കുറേ ക്രീമുകളും കാര്യങ്ങളും ചെയ്യുന്നതിനേക്കാളും ഇതുപോലുള്ള ഹോം റെമഡീസ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പാക്കിട്ട് ഒരു 10-15 മിനിറ്റ് നല്ലതുപോലെ തന്നെ ഡ്രൈ ആയതിനു ശേഷം കഴുകിക്കളയാം കേട്ടോ. ഇത് ഒരു പ്രാവശ്യം ഉപയോഗിക്കും. ഞാൻ ഇതിനു മുമ്പ് പുളിയുടെ ഒരു ഫേസ് പാക്ക് കാണിച്ചിട്ടുണ്ട്. അത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പുളിങ്കുരു ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ എത്രത്തോളം ഡിഫറൻറ്റ് കാണുമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ എത്രത്തോളം നന്നാവും. കെമിക്കലായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വന്നു തുടങ്ങും. ഇതുപോലെയുള്ള നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു സൈഡ് എഫക്റ്റും നിങ്ങളുടെ സ്കിന്നിനോ ഹെൽത്തിനോ ഉണ്ടാവില്ല കേട്ടോ. അടുത്തായിട്ട് കുറച്ച് പുളിങ്കുരു എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ല പോലെ തന്നെ ലോ ഫ്ലെയിമിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പണ്ട് കുട്ടിക്കാലങ്ങളിൽ ഞാൻ കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഹെൽത്തിന് ഭയങ്കര ബെനിഫിറ്റാണ്. നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന നമുക്ക് വയറിന് അസ്വസ്ഥതയുള്ളപ്പോഴൊക്കെ 2 പുളിങ്കുരുവൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. ദഹനത്തിൻ്റെ പ്രോബ്ലം, വയറ്റിൽ നിന്ന് പോകുന്നില്ല, അങ്ങനെയുള്ള പ്രോബ്ലമൊക്കെ ഉള്ളപ്പോൾ നല്ലതാണ്. വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത്, പുളിങ്കുരു ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ ഹെൽത്തിന് നല്ലതാണ് കേട്ടോ. ഞാൻ 2 ചിരട്ട ഇതുപോലെ എടുത്തിട്ടുണ്ട്. മണ്ണെണ്ണ ഒഴിക്കാതെ തന്നെ നമ്മൾ ഇതുപോലെ കത്തിച്ചെടുക്കണം. മണ്ണെണ്ണയോ വേറെ കടലാസോ ഒന്നും കൊണ്ട് കത്തിക്കരുത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. കത്തിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കരിഞ്ഞു പോകരുത്. അതിൻ്റെ ഒരു കരി നമുക്ക് കിട്ടണം കേട്ടോ. പല്ലിലുണ്ടാവുന്ന ഇതുപോലുള്ള പ്രോബ്ലംസ്, ഇത്തിൾ വരിക, മോണ പൊട്ടി ബ്ലഡ് വരിക, അതുപോലെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പുഴുപ്പല്ലില്ലേ, അതൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാ ദിവസവും ചെയ്യാനല്ല, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഈ നമ്മളുടെ പല്ലിൻ്റെ താഴ്ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന ഇത്തിളൊക്കെ മാറിക്കിട്ടാനായിട്ട് വളരെ നല്ല. നമ്മൾ ഡോക്ടറുടെ അടുത്തൊക്കെ പോയി ഒരു പ്രാവശ്യം ചെയ്തതിന് പിന്നെ നമ്മളെപ്പോഴും അത് ചെയ്യണം. ആ ഒരു ക്ലീനിങ് അതൊന്നുമില്ലാതെ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ പുളിങ്കുരുവിൻ്റെ ഈ ഒരു പൊടി കൊണ്ട് പല്ല് ക്ലീൻ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലതുപോലെ തന്നെ ഇത് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരു കളറ് മാറി പൊട്ടുന്ന പരുവം വരെ നമ്മളൊന്ന് വറുത്തെടുക്കുക. നേരിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പിന്നെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് പുളിയൊക്കെ വാങ്ങുമ്പോൾ കുറച്ചധികം കുരുക്കൾ കിട്ടുമല്ലോ. കുരു കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അതുപോലെ അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ചിരട്ടയുടെ ആ ഒരു കരിയാണ്. നിങ്ങൾക്ക് ഉമിക്കരി നമ്മളുടെ നെല്ലിൻ്റെ ആ ഉമി എടുത്തിട്ട് കരിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതെല്ലാവർക്കും കിട്ടാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചിരട്ട കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. നമ്മളുടെ മോണയിലുള്ള പ്രോബ്ലംസും അതുപോലെ നമ്മളുടെ പല്ലിലുള്ള പ്രോബ്ലംസും മാറിക്കിട്ടുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് നമ്മളുടെ പല്ലിൻ്റെ പ്രോബ്ലംസ്. അപ്പോൾ ഇതുപോലുള്ള ഹോം റെമഡീസ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്തായിട്ട് തീപ്പെട്ടി കൊണ്ട് ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ വീട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് പല്ലി, പാറ്റ, ഇവയെല്ലാം ചെറു പ്രാണികളൊക്കെ കൊണ്ടിട്ട്. നമ്മളിപ്പോൾ ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഈച്ചയുടെ ശല്യമൊക്കെ വളരെ അധികമാണ് അല്ലേ. അപ്പോൾ ഇതുപോലെ കുറച്ചധികം തീപ്പെട്ടി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീപ്പെട്ടിയിൽ ഇപ്പോൾ വളരെ കുറവ് മരുന്നാണുള്ളത്, അതുകൊണ്ടാണ് ഇത്രയും അധികം ഇട്ടേക്കുന്നത്. പണ്ട് കാലങ്ങളിൽ നല്ലതുപോലെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ ഒരു തുമ്പത്തൊരിത്തിരി മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഇതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് ചതച്ചതാണ് കേട്ടോ. കുരുമുളക് പൊടിയാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, ചതച്ചതാണെങ്കിലും ഇട്ട് കൊടുത്താലും മതി കേട്ടോ. മുഴുവനെ ഇട്ട് കൊടുക്കരുത്, ഒന്ന് ചതച്ചതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് 1 മണിക്കൂറും കൂടി ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു മരുന്നിൽ അതിൻ്റെ ആ തുമ്പത്ത് നിന്ന് അത് ഒന്ന് അടത്തി ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ.
ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള യാതൊരു സൈഡ് എഫക്റ്റും ഇപ്പോൾ മറ്റുള്ള നമ്മൾ ഹിറ്റാകട്ടെ അതുപോലെ കെമിക്കലായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് നമുക്ക് എന്തായാലും നമുക്ക് വരും. കുട്ടികളൊക്കെ വീട്ടിലുള്ളതാണ്, ശ്വാസം മുട്ട്, അതുപോലെ ഫുഡ് അലർജി. നമ്മൾ ഇപ്പോൾ ഇത് സ്പ്രേ ചെയ്യുമ്പോൾ പല സാധനങ്ങളിലും ഈ ഒരു സ്പ്രേ വന്ന് പിടിക്കാനും അതുപോലെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ചേർത്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതിനേക്കാളും നല്ലത് ഇതുപോലുള്ള നമുക്കൊന്നും യാതൊരു പ്രോബ്ലം ഇല്ലാത്ത ഈ ഒരു തീപ്പെട്ടിയുടെ ആ ഒരു മരുന്ന് നമുക്ക് നല്ലതല്ല, പക്ഷേ മറ്റുള്ള ആ ഒരു കെമിക്കലിനേക്കാളും ബെറ്ററാണ് ഈ ഒരു സംഭവം. നമ്മൾ കുരുമുളകാണെങ്കിൽ യാതൊരു കുഴപ്പമില്ലാത്ത സാധനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഇതൊന്ന് പിച്ചിയെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറവ് മരുന്ന് മാത്രമേ ഇപ്പോൾ ഈ ഒരു തീപ്പെട്ടിയിൽ ഉണ്ടാകാറുള്ളൂ. തീപ്പെട്ടിയൊക്കെ ഇപ്പോൾ വാങ്ങൽ വളരെ കുറവാണ്. എന്നാൽ ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്യാൻ നിങ്ങൾ വാങ്ങിച്ച് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനെല്ലാം ഇതിൽ അടത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ പല്ലിയുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. യാതൊരു ബുദ്ധിമുട്ടും, കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ കൂടി നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നിട്ട് പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ശല്യം ഏതൊരു ഭാഗങ്ങളിലാണോ, ഇതുപോലുള്ള വിടവ് ഭാഗങ്ങളിലാണ് പല്ലിയൊക്കെ വന്നിരിക്കുകയും പാറ്റ വരികയൊക്കെ ചെയ്യുന്നത്. രാത്രി സമയങ്ങളിലാണെങ്കിൽ കിടക്കുന്ന സമയത്ത് നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആ ഒരു ശല്യമേ നിങ്ങളെ വീട്ടിൽ നിന്ന് പോകുന്നതാണ് കേട്ടോ. നല്ല നല്ല ടിപ്സുകൾ ഞാൻ കാണിച്ചു തന്നത്. ഓരോ ടിപ്സും നിങ്ങൾ ചെയ്ത് നോക്കുക. അതുപോലെ സപ്പോർട്ട് തന്ന പോലെ തന്നെ തുടർന്ന് സപ്പോർട്ട് നൽകുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.